ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു കുഞ്ഞു മോർണിംഗ് റൂട്ടീനാണ്. രാവിലെ ഒരു 5:30 മുതൽ 10 മണി വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത്. 5 മണിക്കായപ്പോഴേക്കും ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ലിയക്കുട്ടി ഉണർന്നിട്ടോ. ഞാൻ എണീറ്റ് പോരുന്നത് അവൾ അറിഞ്ഞു. അപ്പോൾ അവളെ കരഞ്ഞപ്പോൾ കുറച്ച് നേരം അവളെ കൂടെ തന്നെ കിടന്നു ഉറക്കിയിട്ട് അങ്ങോട്ട് എണീറ്റിട്ട് പോരാന്ന് വിചാരിച്ചു. അങ്ങനെ അവളെ ഉറക്കി ഒരു 5:30 ആയപ്പോഴേക്കും ഞാൻ കിച്ചണിലെത്തിയിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഗ്യാസിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ അടുപ്പിൽ ചോറിനും കൂടെ വെള്ളം വെക്കാമെന്ന് വിചാരിച്ചു. ഇത് സാമ്പാറിനും അതുപോലെ ഉപ്പേരിക്കും അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇന്നലെ രാത്രി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ രാവിലെ കുറച്ച് നേരം വൈകി എണീറ്റാലും കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് കറികളൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ സാമ്പാർ കഷ്ണങ്ങളൊക്കെ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് വെണ്ടയ്ക്കും തക്കാളിയും കൂടെ അരിഞ്ഞിടാനുണ്ടായിരുന്നു. അത് കഴുകിയിട്ട് അരിഞ്ഞിടുകയാണ് ചെയ്യുന്നത്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ നോമ്പിന് വേണ്ടിയിട്ട് പൊടിച്ചിട്ടുള്ള പൊടിയാണ് കേട്ടോ. മക്കൾക്കൊക്കെ നൂൽപുട്ട് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പൊടി കണ്ടപ്പോൾ ഞാൻ അതൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ എന്നറിയാം. പിന്നെ എങ്ങനെയുണ്ട് പൊടിയൊന്നും അറിയാമല്ലോ, പത്തിരിയൊക്കെ ചുട്ടാൽ എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ. അങ്ങനെ അതിലേക്കുള്ള കറിയാണ് ഈ സാമ്പാർ വെച്ചാൽ നമുക്ക് ഉച്ചക്കും കറിയായി, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറിയും കൂടെ ആയില്ലേ. അങ്ങനെ സാമ്പാറിലേക്കുള്ള മസാലകളൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ അത് ഗ്യാസിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അരി ഇടാമെന്ന് വിചാരിച്ചു. വെള്ളമൊക്കെ നല്ലതുപോലെ ചൂടായിട്ടുണ്ടായിരുന്നു. ഇത് പെട്ടെന്ന് വേവുന്ന അരിയാണ് കേട്ടോ. ഈ വേവുന്നൊരു ടൈം കൊണ്ട് നമുക്ക് നൂൽപുട്ടിനുള്ള പൊടിയും ശരിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അതിനിടയിൽ ഞാൻ പെട്ടെന്ന് നമ്മുടെ പയറല്ല കേട്ടോ, ബീൻസാണ്. ബീൻസും പിന്നെ ബീൻസ് പോലുള്ള വേറൊരു പയറും രണ്ടും കൂടെ അരിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ ഇത്. അത് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. ഉപ്പേരിക്കുള്ളതും കൂടെ റെഡി ആയാൽ നമുക്ക് പിന്നെ സാമ്പാർ ആയതിനു ശേഷം ഉപ്പേരിയും കൂടിയും വെക്കാമല്ലോ. ഇനി ഇതിലേക്ക് ഒരു സവോളയും കൂടെ അരിഞ്ഞിടുന്നുണ്ട്. സവോളയും പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്ത് ആ പ്ലേറ്റിൽ തന്നെ വെച്ചിട്ടുണ്ട്. എന്നാൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാമല്ലോ. അങ്ങനെ അതിന് ശേഷം ഞാൻ നൂൽപുട്ടിനുള്ള മാവ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പം അതിൽ നിന്ന് ആദ്യം തന്നെ ഞാൻ കുറച്ച് ചൂടുവെള്ളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം കൊണ്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത്. ഇത് കുഴച്ചപ്പോൾ തന്നെ മനസ്സിലായിട്ടോ, നല്ല പൊടിയാണ്. പത്തിരിയൊക്കെ ചൂടാൻ ബെസ്റ്റാണ്. അത് കുഴിച്ച് റെഡിയാക്കിയപ്പോഴേക്കും തന്നെ നമ്മുടെ ചോറും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. തിളച്ച വെള്ളത്തിലേക്ക് അരിയിട്ടാൽ പെട്ടെന്നാവുമല്ലോ. അങ്ങനെ ചോറും കൂടെയൊക്കെ ഞാൻ അടുപ്പത്തു നിന്ന് വാങ്ങി വെച്ചിട്ട് നമ്മുടെ ഇഡ്ഡലി പാത്രം വെച്ചിട്ടോ. ഇഡ്ഡലി പാത്രത്തിലാണ് നൂൽപുട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. ചോറും ഊറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ നമ്മുടെ നൂൽപുട്ടും പീച്ചിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല സൂപ്പറായിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ കുഴക്കലും പൊടിയും ഒന്നും ശരിയായിട്ടില്ലെങ്കിൽ ഇതുകൊണ്ട് അങ്ങോട്ട് കുടുങ്ങും കേട്ടോ. ചിലത് പശുള്ള പൊടിയൊക്കെ ആണെങ്കിൽ നമ്മൾ പീച്ചിയാലും വരില്ല, നെക്കിയാലും വരില്ല, എന്ത് കാട്ടിയാലും വരില്ല. നല്ല പൊടിയാണെങ്കിൽ ഇതുപോലെ സിമ്പിളായിട്ട് കിട്ടും. ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ട് നമുക്കിതുപോലെ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കാം കേട്ടോ. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു 2 പ്രാവശ്യമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെറിക്ക ഇഷ്ടമല്ല കേട്ടോ. മക്കൾക്കും എനിക്കും കുഴപ്പമില്ല. തേങ്ങയൊക്കെ ചിരകിയിട്ട് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ആദ്യത്തെ ട്രിപ്പിനുള്ള നൂൽപുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒക്കെ പീച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. ഈ ഒരു ടൈമൊക്കെ ആയപ്പോഴേക്കും മക്കളൊക്കെ മദ്രസയിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. ഇന്ന് അവർക്ക് 6:30ക്കാണ്. ലിച്ചുവിനും ലുലുവിനും ഒരേ ടൈമിലാണ്. ഇന്ന് അവരുടെ മദ്രസ പൂട്ടുകയാണ്. ഇനി റമദാനൊക്കെ കഴിഞ്ഞ് പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടേ തുറക്കുള്ളൂ. അങ്ങനെ നമ്മുടെ സാമ്പാറും അവിടെ റെഡി ആയിട്ടുണ്ട്. സാമ്പാർ തൂമിച്ചാനാണ് കേട്ടോ ഈ എണ്ണ ഒഴിച്ചിട്ടുള്ളത്. ഈ പ്ലാസ്റ്റിക് ഇവിടെ ഒട്ടിച്ചിട്ടുള്ളത് നമ്മുടെ കുക്കറിൽ നിന്നൊക്കെ ഫിസിലടിക്കുമ്പോൾ തെറിക്കൂലേ, ചിലപ്പോൾ തെറിക്കാറുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ചുമരിലൊക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല, അത് തുടച്ചെടുത്താൽ പോരും. പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കഷ്ണം അങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുള്ളതാണ്. അങ്ങനെ നമ്മുടെ നൂൽപുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റ് ട്രിപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. അത് എടുക്കുകയാണ്. അതിനിടയിൽ ചോറും ഊറ്റുന്നുണ്ട് കേട്ടോ. ചെറിക്കൊന്ന് പണിയുണ്ട്. പണിക്ക് പോകുമ്പോൾ ചോറും കൂടെ കൊണ്ടുപോകുന്നുണ്ട്. അതിലേക്കുള്ള ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കുട്ടികൾക്കും സ്കൂളിലേക്ക് കൊടുത്തുവിടാം, ചെറിക്കും കൊടുത്തുവിടാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഉപ്പേരി ഉണ്ടാക്കുന്നത്.
അങ്ങനെ ചെറിക്കുള്ള ചോറാണ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിലേക്ക് ഉണക്കമീനും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് എന്ത് ഉണക്കമീനാന്ന് ചോദിച്ചാൽ എനിക്ക് ഈ തളയും മാന്തളും എപ്പോഴും മാറും. തള ഏതാ മാന്തള ഏതാന്നറിയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടേ പറയുള്ളൂ കേട്ടോ. ഈ കുപ്പിയിലാക്കി വെച്ചിട്ടുള്ളത് സാമ്പാറാണ്. അങ്ങനെ ചെറി ഒരു 8 മണിയൊക്കെ ആയപ്പം പണിക്ക് പോകുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. ഈ ഒരു ടൈമൊക്കെ ആയപ്പോഴേക്കും എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ പണിയെന്ന് വെച്ചാൽ അടുക്കളയിലുള്ള നമ്മുടെ ചോറ് കറി അങ്ങനെയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ മുറ്റടിക്കുന്നത് ഉമ്മയാണ് കേട്ടോ. നല്ല നീളമുള്ള കുറുന്തോട്ടിയും കൊണ്ടാണ് കേട്ടോ ഈ അടിച്ചു വാരുന്നത്. നിന്നിട്ട് അങ്ങനെ അടിച്ചു വാരാം. എനിക്ക് ഈർക്കിളിച്ചൂലുകൊണ്ട് അടിച്ചു വരുന്നതാണ് കേട്ടോ ഇഷ്ടം. എന്നാലും ഞാൻ ഇതൊക്കെ ഉപയോഗിച്ചിട്ടും അടിച്ചു വരാറുണ്ട്. ഇതിനിടയിൽ മക്കൾ മദ്രസിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവർക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ശേഷം പെട്ടെന്ന് തന്നെ അവിടെ പരന്നിടന്നിട്ടുണ്ടായിരുന്ന കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ്. അവർ സ്കൂളിലേക്ക് പോകാനാവുമ്പോഴേക്കും പാത്രം കഴുകലൊക്കെ കഴിഞ്ഞാൽ മനസ്സിനൊരു സമാധാനമാണ്. പാത്രം കഴുകി കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീനാക്കി വെച്ചാൽ അവർ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് അകങ്ങളൊക്കെ അടിച്ചു വാരി തുടച്ചാൽ മതി. അവർ പോകുമ്പോഴേക്കും തന്നെ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകുന്നത് നമ്മുടെ ലിയക്കുട്ടി ഉണർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ നോക്കിക്കോളും അവളെ. അവർ പോയി കഴിഞ്ഞാൽ പിന്നെ അവളങ്ങനെ കരഞ്ഞുകൊണ്ട് എൻ്റെ ബേക്കിലുണ്ടാവും. അങ്ങനെ എൻ്റെ പാത്രം കഴുകലും കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ആക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളൊന്ന് വിചാരിച്ചാൽ തന്നെ നമ്മുടെ പണികളൊക്കെ പെട്ടെന്ന് തീർക്കാം. ചെറിയൊരു പ്ലാനിങ്ങോട് കൂടി നമ്മുടെ പണികളൊക്കെ ഒന്ന് എടുത്ത് നോക്കൂ. നമ്മുടെ പണികളൊക്കെ എത്താന്ന് പറയുമ്പോഴത്തേന് പെട്ടെന്ന് കഴിയും. തലേന്ന് രാത്രിയിൽ ടൈം ഉണ്ടെങ്കിൽ രാവിലേക്കുള്ള കറിക്കുള്ളതൊക്കെ ഒന്ന് അരിഞ്ഞ് വെക്കുക. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ രാവിലെ കറികളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ടൈം 9:30 ആയിട്ടുണ്ട്. ലിച്ചൂസും ലുലു ഒക്കെ സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടും കൂടെ അറിയിക്കുക. താങ്ക്